സുഹൃത്തുക്കളെ, കാണാതായ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാതായ കുട്ടികൾ ഒട്ടനവധി സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും പ്രായമുള്ള വൃദ്ധന്മാരുൾപ്പെടെ 41-ലധികം ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കുറേ കുട്ടികളെ കാണാതായിട്ടുണ്ട്. 9 കുട്ടികളും 17 സ്ത്രീകളും ഗർഭിണികൾ ഉൾപ്പെടെ മരണപ്പെട്ടു എന്ന് നാം ഇതിനു മുൻപുള്ള ഉസ്മാനിയയുടെ വാർത്തയിൽ അറിയിച്ചിരുന്നു. പക്ഷേ ഉസ്മാനിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, കാണാതായ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഇപ്പോഴും ചികിത്സയിലാണ്. വിജയുടെ റാലിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വിജയ് അവിടെ റാലി നടത്താൻ 10,000 ആളുകൾക്കുള്ള സൗകര്യം, 10,000 20,000 ആളുകൾ കൂടേണ്ട പ്ലേസിൽ കരൂരിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടിയിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷം. ഈ 2 ലക്ഷത്തോളം ആളുകൾ അവിടെ കൂടാൻ വിജയ് വരാൻ 5.5 മണിക്കൂർ 6 മണിക്കൂർ വൈകിയാണ് വിജയ് സ്റ്റേജിലെത്തുന്നത്. അത് കാരണം അത്രയും ടൈമിനും ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ അപകടാവസ്ഥയിൽ എത്തിപ്പെടാൻ ജനങ്ങൾ എത്രയോ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ആളുകളും ഉണ്ട്. ചിലർക്ക് വെള്ളം പോലും കിട്ടുന്നില്ല. വെള്ള ബോട്ടിലുകളൊക്കെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ ബോട്ടിലുകളൊക്കെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ദാഹം സഹിക്കാൻ കഴിയാത്ത ആളുകൾ ആ വെള്ള ബോട്ടിലിൻ്റെ അടുത്തോട്ട് ചാടി വീഴുമ്പോഴൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മരച്ചില്ലകൾ ഇടിഞ്ഞ് വീഴുമ്പോൾ പലരും മരച്ചില്ലകളിൽ കയറി ഇരിക്കുകയായിരുന്നു. ആ മരച്ചില്ല വെയിറ്റ് താങ്ങാൻ കഴിയാതെ മരച്ചില്ലയൊക്കെ ഇടിഞ്ഞു വീണ സമയത്ത് ഒരുപാട് അപകടങ്ങൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പല മരണപ്പെടാനുള്ള കാരണങ്ങൾ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, തമിഴ്നാട് ഗവൺമെൻറ് മരണപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചെങ്കിലും അതുപോലൊരു സംഖ്യ വിജയും പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെൻറ് 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം അതും പ്രഖ്യാപിച്ച്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. ജനങ്ങൾ രാജ്യത്തെ ഇവിടെ ഇപ്പം വിജയുടെ രാഷ്ട്രീയ പാർട്ടി വളരുവാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിക്കുവാൻ വേണ്ടി നടത്തിയ പ്രോഗ്രാം ആണെങ്കിലും സംഭവിക്കേണ്ടത് സംഭവിച്ച്, സംഭവാമ യുഗേ യുഗേ എന്ന് പറഞ്ഞതുപോലെ. കാരണം തിക്കിലും തിരക്കിലുമാണ് 2 ലക്ഷത്തോളം ആളുകൾ, 10,000 20,000 ആൾ കൂടേണ്ട സ്ഥലത്ത് 2 ലക്ഷത്തോളം ആളുകൾ തിങ്ങിക്കൂടുമ്പോൾ അവിടെ അപകടമുണ്ടായിരിക്കും എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പാരയും ഉണ്ടായിരിക്കും, അതിൽ സംശയമില്ല. എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ പാര അവിടെ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും വിജയ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതായിരുന്നു. വിജയ് എത്തിപ്പെടാൻ 5.5 മണിക്കൂർ 6 മണിക്കൂർ വൈകി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചെറിയൊരു സ്ഥലത്ത് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു 10,000 ആളുകൾക്ക് ചേരാൻ പറ്റാവുന്ന പ്രോഗ്രാം നിങ്ങൾ നടത്തിയാൽ മതി എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ അപകട സാധ്യത ഉണ്ടായിരിക്കും എന്ന് കോടതി തന്നെ വിജയെ അറിയിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയിട്ടാണ് വിജയ് പരിപാടിക്ക്. പക്ഷേ കോടതി ഉത്തരവിടുമ്പോൾ, കോടതി പ്രോഗ്രാം അവിടെ നടത്താൻ അനുമതി നൽകുമ്പോൾ 10,000 പേർക്ക് മാത്രം പങ്കെടുക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. സംഭവാമ യുഗേ യുഗേ എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ ഇവിടെ വിജയ്ക്ക് രാഷ്ട്രീയ പാർട്ടി വളർത്തണമെങ്കിൽ അത്തരം സ്റ്റേഡിയം സൗകര്യമുള്ള ഗ്രൗണ്ടുകളുമൊക്കെ
കണ്ടെത്തണമായിരുന്നു. വിജയ് പലയിടത്തും ഇതുപോലെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഒക്കെ വിജയം തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാവുന്ന പരമാർത്ഥം തന്നെയാണ്. പക്ഷേ ഈ ഇടുങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ വിജയ്ക്ക് പോലും ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ മണിക്കൂറുകൾ സമയമെടുത്തു. 5.5 മണിക്കൂറോളം സമയമെടുത്തു ആ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ എത്തിപ്പെടാൻ. അപ്പോൾ അത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ടാണ് വിജയ് വരെ അവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ തന്നെ ആ പ്രോഗ്രാം ഇത്രയും വൈകുന്നത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച് മറ്റൊരു ഗ്രൗണ്ടിലേക്കോ മറ്റൊരു ദിവസത്തേക്കോ മാറ്റിവെക്കേണ്ടതായിരുന്നു. ഏതായാലും ഈ ദുരന്തത്തിൽ കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ വിവിധ സ്റ്റേറ്റുകൾ ദുഃഖാചരണത്തിലാണ്. നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. ഏതായാലും ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും ലൈക്കും കമൻറ്റും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉസ്മാനിയ ചാനലിലൂടെ നിങ്ങൾക്ക് വിവിധ തരം വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിന് പുറമെ ഷോർട്സിൽ നമ്മൾ 12 ഭാഷയിലുള്ള പ്രോഗ്രാം ആഡ് ചെയ്യാനുള്ള പരിപാടിന് ഇപ്പം നിലവിൽ 6 ഭാഷയിലെ പ്രോഗ്രാം ഷോർട്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് 12 ഭാഷയിലുള്ള പ്രോഗ്രാമാണ് ഇനി ഷോർട്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വാർത്താ ചാനലിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, അറബി തുടങ്ങിയ ഒരു 4-5 ഭാഷ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്താ ചാനലും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നമസ്കാരം.